അൺകോൺസ്റ്റിറ്റ്യൂഷണലാക്കിയ ട്രിപ്പിൾ തലാഖിൻ്റെ മറ്റൊരു പേര് തലാഖ് ഇ ബിദ്ദാത്ത് എന്നാണ്. ട്രിപ്പിൾ തലാഖ് എന്നതുകൊണ്ട് സുപ്രീം കോടതി വിധിയിൽ അൺകോൺസ്റ്റിറ്റ്യൂഷണലാക്കിയ ട്രിപ്പിൾ തലാഖ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻസ്റ്റൻറ്റ് ഡിവോഴ്സ് ആണ്. അപ്പോൾ ഈ ട്രിപ്പിൾ തലാഖ് അൺകോൺസ്റ്റിറ്റ്യൂഷണലാക്കിയത് വഴി എല്ലാ തരത്തിലുള്ള തലാഖുകളും അൺകോൺസ്റ്റിറ്റ്യൂഷണലായി എന്ന ധാരണ തെറ്റാണ്. ഒറ്റ ശ്വാസത്തിൽ 3 തവണ തലാഖ് ചൊല്ലി ഭാര്യയെ മൊഴി ചൊല്ലുന്ന രീതിയാണ് അൺകോൺസ്റ്റിറ്റ്യൂഷണലായി സുപ്രീം കോടതി പ്രഖ്യാപിച്ചിട്ടുള്ളത്. നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് അരുണ, കേരള ഹൈക്കോടതിയിലെ അഭിഭാഷകയാണ്. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ട്രിപ്പിൾ തലാഖിനെ കുറിച്ചാണ്. ഷായ റബാന കേസിൽ ട്രിപ്പിൾ തലാഖ് അൺകോൺസ്റ്റിറ്റ്യൂഷണലായി സുപ്രീം കോടതി വിധിച്ചത് നമ്മൾക്കെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. പക്ഷേ എന്താണ് ഈ ട്രിപ്പിൾ തലാഖ് എന്ന കാര്യത്തിൽ പലർക്കും കൺഫ്യൂഷൻ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ട്രിപ്പിൾ തലാഖ് എന്നതുകൊണ്ട് സുപ്രീം കോടതി വിധിയിൽ അൺകോൺസ്റ്റിറ്റ്യൂഷണലാക്കിയ ട്രിപ്പിൾ തലാഖ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻസ്റ്റൻറ്റ് ഡിവോഴ്സ് ആണ്. ഒറ്റ ശ്വാസത്തിൽ 3 തവണ തലാഖ് ചൊല്ലി ഭാര്യയെ മൊഴി ചൊല്ലുന്ന രീതിയാണ് അൺകോൺസ്റ്റിറ്റ്യൂഷണലായി സുപ്രീം കോടതി പ്രഖ്യാപിച്ചിട്ടുള്ളത്. പക്ഷേ മറ്റു തരത്തിലുള്ള തലാഖുകൾ ഇപ്പോഴും മുസ്ലിം പേഴ്സണൽ ലോയിൽ ഇന്ത്യയിൽ പെർമിസിബിളാണ്. അൺകോൺസ്റ്റിറ്റ്യൂഷണലാക്കിയ ട്രിപ്പിൾ തലാഖിൻ്റെ മറ്റൊരു പേര് തലാഖ് ഇ ബിദ്ദാത്ത് എന്നാണ്. അതുകൂടാതെ തലാഖ് ഇ അസാൻ, തലാഖ് ഇ ഹസൻ, അങ്ങനെ 2 തരത്തിലുള്ള തലാഖുകൾ ഉണ്ട്. ഈ 2 തലാഖുകളും ഒറ്റ ശ്വാസത്തിൽ തലാഖ് ചൊല്ലുന്ന രീതിയല്ല, വളരെ മാസങ്ങളോളം സമയം അനുവദിച്ചുകൊണ്ടുള്ള തലാഖ് രീതികളാണ് തലാഖ് ഇ അസാനും തലാഖ് ഇ ഹസനും. ഈ 2 തലാഖുകൾ ഇപ്പോഴും പെർമിസിബിളാണ്. അതുകൂടാതെ തന്നെ മുസ്ലിം സ്ത്രീക്ക് ഡിവോഴ്സ് നേടുവാനായി അവരുടെ ഖുല റൈറ്റ് വിനിയോഗിക്കാവുന്നതാണ്. അതുകൂടാതെ മുസ്ലിം ലോയിൽ ഇപ്പോൾ മ്യൂച്വൽ കൺസെൻറ്റ് ഉണ്ടെങ്കിൽ മുബാറത്ത് വഴിയും ഡിവോഴ്സ് നേടാൻ സാധിക്കും. അപ്പോൾ ഈ ട്രിപ്പിൾ തലാഖ് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആക്കിയത് വഴി എല്ലാ തരത്തിലുള്ള തലാഖുകളും അൺകോൺസ്റ്റിറ്റ്യൂഷണലായി എന്ന ധാരണ തെറ്റാണ്. ഷായ റബാന വിധിക്ക് ശേഷം 2019 മുസ്ലിം വിമൻ്റെ റൈറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനായി പുതിയ നിയമം വരികയുണ്ടായി. ആ നിയമത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള ട്രിപ്പിൾ തലാഖ് ഒരു ഒഫൻസായി മാറ്റിയിട്ടുണ്ട്. 3 വർഷം വരെ തടവ് ലഭിക്കാവുന്ന ഒരു ഒഫൻസാണ് ട്രിപ്പിൾ തലാഖ് ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ നിലവിൽ ഈ നിയമത്തിനെതിരെ സുപ്രീം കോടതിയിൽ കേസ് പെൻഡിങ് ആണ്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ തലാഖ് ഈ ഹസൻ തെറ്റായ രീതിയിലുള്ള തലാഖാണ്, അതും അൺകോൺസ്റ്റിറ്റ്യൂഷണലായി ഡിക്ലെയർ ചെയ്യണം എന്നുള്ള പെറ്റീഷൻ ഇപ്പോൾ സുപ്രീം കോടതിയിൽ പെൻഡിങ് ആണ്. ഈ കേസുകളിൽ സുപ്രീം കോടതി എന്ത് വിധി പറയുമെന്നുള്ളത് നമ്മൾ വെയിറ്റ് ചെയ്ത് അറിയേണ്ട ഒന്നാണ്. ട്രിപ്പിൾ തലാഖ് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആക്കിയെങ്കിലും ആ ഏരിയയിൽ കുറച്ച് അൺസർട്ടനിറ്റീസും നിലനിൽക്കുന്നുണ്ട്. അതിൽ ഒന്നെടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ട്രിപ്പിൾ തലാഖ് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആയതോടുകൂടി ട്രിപ്പിൾ തലാഖ് വഴി ഡിവോഴ്സ്ഡ് ആയ സ്ത്രീകളുടെ മാരിറ്റൽ സ്റ്റാറ്റസ് എന്താണെന്നുള്ള കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ പലപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അവർ തിരിച്ച് മാരീഡ് സ്റ്റാറ്റസിലേക്ക് വന്നു, അതോ അവർ ഡിവോഴ്സ്ഡ് വുമനായിട്ടാണോ കണക്കാക്കേണ്ടത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതുപോലെ തന്നെ ഈ ട്രിപ്പിൾ തലാഖ് ചെയ്തതിന് ശേഷം ഹസ്ബൻഡ് പലപ്പോഴും റീമാരി ചെയ്തിട്ടുണ്ടാകും, അവർക്ക് കുട്ടികളുണ്ടായിട്ടുണ്ടാകും. ആ സിറ്റുവേഷനിൽ പ്രാക്ടിക്കലി എന്താണ് ഈ വുമണുള്ള റെമഡി എന്നുള്ള കാര്യത്തിലും കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ ട്രിപ്പിൾ തലാഖ് അൺകോൺസ്റ്റിറ്റ്യൂഷണലായി നിലനിൽക്കെ തന്നെ അതിൻ്റെ ഇഫക്ട്സിൻ്റെ റെമഡീസ് എന്തായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും പൂർണ്ണമായൊരു വ്യക്തത ഇല്ല. ട്രിപ്പിൾ തലാഖ് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആയതിനു ശേഷം, അതൊരു ഒഫൻസ് ആയതിനു ശേഷം പലരും തലാഖ് വഴി വിവാഹമോചനം നേടാൻ മടിക്കുന്ന ഒരു സിറ്റുവേഷനുണ്ട്. അത് ട്രിപ്പിൾ തലാഖ് വിധിയെക്കുറിച്ച് ശരിയായ ധാരണയില്ലായ്മ കൂടി കൊണ്ടാണ്. ട്രിപ്പിൾ തലാഖ് ബിദ്ദ മാത്രമാണ് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ളത്. മറ്റ് തലാഖ് രീതികൾ അവലംബിക്കുന്നതിന് ഇപ്പോഴും തടസ്സമില്ല. ഈ വസ്തുതകൾ പലരും അറിയാത്തതുകൊണ്ട് തലാഖ് പ്രൊസീജിയറിൽ പലപ്പോഴും കൺഫ്യൂഷൻസ് ഉണ്ടാകാറുണ്ട്. പലരും ആ മാർഗം സ്വീകരിക്കാൻ മടിക്കാറുമുണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും മുസ്ലിം വിമന് വിവാഹമോചനം വേണമെന്നുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ഖുല അഡോപ്റ്റ് ചെയ്യാവുന്നതുമാണ്. ഇത്രയും കാര്യങ്ങളാണ് ട്രിപ്പിൾ തലാഖിനെ കുറിച്ചിട്ട് ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്. ഐ എം സൈനിങ് ഓഫ്. താങ്ക് യു.